ഇന്നേ കുറച്ച് ചെമ്മീൻ കിട്ടി. അപ്പോൾ വിചാരിച്ചു എന്നാൽ ചെമ്മീനുണ്ട്, മാങ്ങയുണ്ട്. ചെമ്മീനും മാങ്ങയും കുറച്ച് നെല്ലിക്കാപ്പൊടിയൊക്കെ ഇട്ടിട്ട് അടിപൊളി ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. മാങ്ങ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു. അതിനുശേഷം ഇഞ്ചിയും വളരെ ചെറുതായിട്ട് അരിഞ്ഞു. ഇഞ്ചി ഇടിച്ചിടാനുള്ളതാണ്, അപ്പോൾ വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. പിന്നെ പച്ചമുളക് സാധാരണ എടുക്കുന്നത് പോലെ തന്നെ ആവശ്യത്തിന് എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. കുറച്ചൊരു ചെറിയ കഷ്ണം ഉള്ളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എടുത്തായിരുന്നു. വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഒന്ന് ഇടിച്ചും എടുത്തു വെച്ചു. അതിന് ശേഷം മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട്, പിന്നെ ഒരു തക്കാളിയും കൂടെ അരിഞ്ഞ് ചേർത്തതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തു കേട്ടോ. അതും അടിച്ചെടുത്ത് അവിടെ വെച്ചു. അതിനുശേഷം ഞാൻ ചെയ്തത് ചട്ടി ചൂടാക്കിയിട്ട് ചൂടായ ചട്ടിയിലേക്ക്, ഈ ചെമ്മീനാണ് എടുത്തത് കേട്ടോ, ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം പുളിയുള്ള സാധനമല്ലേ കൊണ്ട് ഇച്ചിരി ഉലുവ ഇട്ട് കൊടുത്തു. അതിന് മുകളിലേക്ക് ഞാൻ അരച്ച സാധനങ്ങളൊക്കെ ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി. കുറച്ചൊരു 2 മിനിറ്റ് ഇളക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഇത് തക്കാളിയൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് അടുക്കി പിടിച്ച് പോയെങ്കിൽ നോക്കി. തീ ഹൈയിലായിരുന്നുണ്ടായിരുന്നേ, അതുകൊണ്ട് ഒന്ന് ഇളക്കി. അതിനുശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിരുന്നത് ചേർത്തു. അതിനുശേഷം ഉള്ളി അരിഞ്ഞ് വെച്ചിരുന്നത്, തൊട്ട് പുറകെ മാങ്ങ ഇട്ട് കൊടുത്തു. എല്ലാം ഒന്ന് വീണ്ടും ഇളക്കി മാങ്ങ ഇട്ട് കൊടുത്ത് അതിനുശേഷം പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം, ഒരു 5 മിനിറ്റ് നേരം തീ കുറച്ച് വെച്ചതിന് ശേഷം അടച്ചു വെച്ച് നമ്മൾ വീണ്ടും തീ തുറക്കുമ്പോൾ മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് കൊണ്ട് തന്നെ അടപ്പ് തുറക്കുമ്പോഴേക്കും ഇത് വെന്തിട്ടുണ്ടാവും. അത് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഉടയ്ക്കണം, എന്നാൽ അതിന് ആ മാങ്ങയുടെ ഒക്കെ ഒരു ടേസ്റ്റ് കൂടുതൽ വരുള്ളൂ. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു. മിക്സിയുടെ ജാറിൽ തന്നെയാണ് ഞാൻ വെള്ളം എടുത്തത്. വെള്ളം എടുത്ത് ഒഴിച്ച് വെള്ളം തിളച്ചപ്പോൾ ചെമ്മീനും കൂടെ ഇട്ട് കൊടുത്തു. ചെമ്മീനൊക്കെ കുറച്ച് നേരം വെന്ത് വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തു. കറിവേപ്പില തണ്ടോടെ ഇട്ട്, അപ്പോൾ ആ തണ്ടിൻ്റെ കൂടെ ഒരു ടേസ്റ്റ്, നല്ല ടേസ്റ്റാണ് തണ്ടോടെ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ആ ടേസ്റ്റും കൂടെ ഒന്ന് ഇറങ്ങുമല്ലോ. അങ്ങനെ കഴുകിയ കരിവേപ്പില തണ്ടോടെ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഉലുവാപ്പൊടി, അതിന് കൂടെ ഈ കറിക്കൊരു നല്ല കളറിന് വേണ്ടിയിട്ട് കുറച്ചൊരു പുളി, നല്ല പുളിയും വരും. ഭയങ്കര പുളിയല്ല, ടേസ്റ്റുള്ളൊരു പുളിയാണ്, നെല്ലിക്കയുടെ പുളിയും കൂടെ വരും. കറിയുടെ കളറൊക്കെ മാറിയത് കണ്ടോ. നെല്ലിക്കയും കൂടെ ഇട്ട് കൊടുത്തു. നെല്ലിക്കപ്പൊടി മേടിക്കാൻ കിട്ടും, അതും കൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം നന്നായി തിളച്ചു. കുറച്ചൊന്ന് അധികം വറ്റുമൊന്നും വേണ്ട, കുറച്ച് വറ്റുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തു. മാങ്ങ ഇട്ടത് കൊണ്ട് തന്നെ പിന്നീട് കറിക്ക് നല്ല കൊഴുപ്പുണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനുശേഷം തിളച്ച് ഒന്ന് ഓഫാക്കി അടച്ചു വെച്ചതിന് ശേഷം ഇതാ തുറക്കുമ്പം ഇപ്പോൾ കാണാം നല്ല അടിപൊളി ആയിട്ടാണ് ഉള്ളത്. നല്ല കളറുള്ള നല്ല മീൻകറി, ആവശ്യത്തിന് ഉപ്പും മുളകും പുളിയും ഒക്കെയുള്ള സൂപ്പർ ഒരു മീൻകറിയാണ്. നെല്ലിക്കയും കൂടെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ സാധാരണക്കാട്ടും കുറച്ചുകൂടെ നല്ല മീൻകറിയായിരിക്കും. അതിനുശേഷം ഞാൻ ദോശയൊക്കെ കൂട്ടി ഹസ്ബൻഡിന് കൊടുത്തു. ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല അടിപൊളി മീൻകറിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. ഇതുപോലെ മീൻകറി കുറച്ച് നെല്ലിക്കാപ്പൊടിയും ചെറിയൊരു കഷ്ണം വാങ്ങി ചെമ്മീനും ആണ് ഇതിൻ്റെ പ്രത്യേകിച്ചിട്ടേക്കുന്നൊരു സാധനം എന്ന് പറയുന്നത്.